നമ്മുടെ ബിഗോണിയയ്ക്ക് ഇങ്ങനെ ഭംഗിയായിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും പൂച്ചെടികളെക്കാൾ ഭംഗിയിൽ ഇലച്ചെടികൾക്കെന്ന്. എന്താ ശരിയല്ലേ? നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോട്ടി മിക്സ് തയ്യാറാക്കിയാൽ നട്ടുകൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് നല്ലൊരു ഫെർട്ടിലൈസറും കൊടുത്ത് പുഴുക്കളിൽ നിന്നും കീടങ്ങൾ രക്ഷിക്കാൻ ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡ് ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നോളും. ഇലച്ചെടികളായാലും പൂച്ചെടികളായാലും ആരോഗ്യത്തോടെ നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ബിഗോണിയയുടെ ഒരു ഇല നമ്മൾ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെടി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ആദ്യം ട്രൈ ചെയ്തു, പക്ഷെ സക്സസ് ആയില്ല. രണ്ടാമത് ഒന്നും കൂടെ നട്ടു കൊടുത്തു. അതിൽ ഒരു ഇലയിൽ നിന്ന് ഒരു കൂട്ടം ചെടികൾ എനിക്ക് വളർന്നു കിട്ടി, നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ. മണലും അല്പം മണ്ണും ചേർന്ന മിശ്രിതത്തിൽ ഇല നട്ടു കൊടുത്താൽ പെട്ടെന്ന് തൈകൾ വളർന്നു കിട്ടും. ഇലകൾ കുറച്ച് വളർന്നു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ വലിയ പോട്ടിലേക്ക് റീപോർട്ട് ചെയ്യാം. നടാനെടുക്കുന്ന ഇലകളിൽ തണ്ട് അല്പം മാത്രം നിർത്തി കട്ട് ചെയ്ത് നമുക്ക് ഈ രീതിയിൽ നട്ടു കൊടുക്കാം. വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് മാത്രം വെള്ളം അല്പാൽപമായി സ്പ്രേ ചെയ്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇലകൾ ചീഞ്ഞു പോകും, അത് മറക്കരുത്. നിങ്ങളെങ്ങനെയാണ് ബിഗോണിയ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ.